ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. വിലകൂടിയ സമ്മാനങ്ങളും പുതിയ വസ്ത്രങ്ങളും ഒക്കെയായി നമ്മൾ ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് എന്ന് പലപ്പോഴും മറന്നു പോകാറുണ്ട്. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ശാസ്ത്ര പാരിഷ്, സൺഡേ സ്കൂൾ, സേവ്യ സമാജം, യൂത്ത് യൂണിയൻ ഒന്നിച്ചു ചേർന്ന് എങ്ങനെയായിരിക്കണം ക്രിസ്തുമസിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകരേണ്ടത് എന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഒരു ക്രിസ്തുമസ് സമ്മാനം. Good morning, students. John. Present, Miss. Josh. Present, Miss. Anna. Present, Miss. Samuel. Present, teacher. Jerry. Present, Miss. My dear students, അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആഘോഷിക്കണ്ടേ? വേണം മിസ്, തീർച്ചയായും സെലിബ്രേറ്റ് ചെയ്യണം. അതെ മിസ്, ഞങ്ങളുടെ സ്കൂൾ ലൈഫിലെ അവസാന ക്രിസ്മസ് അല്ലേ, എല്ലാവരും ഹയർ സ്റ്റഡീസ് പോവാൻ. ശരിയാണ്. ഇനി നിങ്ങളുടെ കൂടെ എനിക്കും അങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെ മിസ്, ഈ ക്രിസ്മസ് നമുക്ക് നന്നായി സെലിബ്രേറ്റ് ചെയ്യണം. അതെ മിസ്, നമുക്കിവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യണം. ക്രിസ്മസ് ട്രീയും സ്റ്റാർസും ബലൂൺസും ഒക്കെ വേണം. മിസ്, ഫുഡ് എന്തായിരുന്നു? ചിക്കൻ, മട്ടൺ, ബീഫ്, പിന്നെ എല്ലാത്തിനും കുറച്ച് ഗുലാബ് ജാമുൻ അത്ര മിസ്. ഓ, ഇങ്ങനെ ഒരു തീറ്റക്കൊതിയൻ. ഓക്കെ, അപ്പൊ നാളെ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധ്യതമായി വേണം തരാം. പിന്നെ ഫുഡും കേക്കും ഒക്കെ എന്റെ വക, കേട്ടല്ലോ. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നല്ല ഗിഫ്റ്റ് എല്ലാവരും കൊണ്ടുവരാൻ മറക്കരുത്. നാളെ നമുക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യണം. ഓക്കെ ജെറി, എന്താണ് മിണ്ടാതിരിക്കുന്നത്? പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? ചോറ് നിനക്ക് അന്നയാണ് ഫ്രണ്ടായിട്ട് കിട്ടുകയും ഞാൻ കരക്കമ്പി കേട്ടല്ലോ. കൊള്ളാമോടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താൽ അന്നയ്ക്ക് ഞാൻ കൊടുക്കണമെന്നല്ലേ നല്ലത്. ഞാൻ കൊടുത്താലും നല്ലതാ. പ്ലീസ് മുട്ടല്ലേ, എനിക്കറിയാലോ എൻ്റെ ആരെയല്ലോ ഇതല്ലേ. എൻ്റെ വീട്ടിൽ നല്ല കിലോ ഓട്ടണം തീർന്നിട്ടാണ്. നീ ചുറ്റും നീ ചുറ്റും പറയാം സെറ്റ് സാധനമാണ്. ഓ വേണ്ടതേ, വീട് വെച്ച് തരാൻ പറഞ്ഞാലും വേണ്ട. ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയത് മാറ്റുന്നത് മോശമാണ്. വാ വാ. അമ്മേ, മോൻ വന്നോ? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? അത് ഒന്നുമില്ല അമ്മേ. എന്തോ വിഷമമുണ്ടല്ലോ. നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാലോ. അമ്മേ, നാളെ എൻ്റെ ക്ലാസ്സിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ. ഈ സ്കൂളിലെ നിന്റെ പഠിത്തം അവസാനിക്കാറായല്ലോ. അതെ, നാളെ ക്ലാസ് റൂം ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം. അതെയോ? അമ്മേ, ഞാൻ എന്ത് കൊണ്ടുപോകും? നമ്മുടെ വീട്ടിൽ ആഹാരത്തിനുള്ളത് പോലും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനം വാങ്ങും? കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ നമുക്കൊരു സകലവും നഷ്ടമായെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മതി. മാത്രമല്ല എന്റെ ഈ കാലിന്റെ അവസ്ഥയും ഇങ്ങനെയായല്ലോ. എന്നാലും അമ്മേ, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഞാൻ എങ്ങനെ വെറും കൈയോടെ പോകും? അതുകൊണ്ട് ഞാൻ നാളെ പോകുന്നില്ല അമ്മേ. മോൻ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് അനിത മിസ്സിനെയാണ് ഫ്രണ്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. ഒന്നും കൊടുത്തില്ലെങ്കിൽ അനിത മിസ്സിന് വിഷമമാകില്ലേ? എടാ മോനെ, നീ വിഷമിക്കരുത്. അമ്മ പറഞ്ഞില്ലേ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന്. മോനെ ജെറി,
എന്താ അമ്മേ? വേഗം റെഡിയായിട്ട് പോകാൻ നോക്ക്. ഇതാ ഈ ബോക്സിൽ ഒരു സമ്മാനമുണ്ട്. അത് നീ കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇത് മാത്രമേ നമുക്ക് കൊടുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. അമ്മ, ഇതിലെന്താ ഉള്ളത്? മോനെ, ഇത് എൻ്റെ എല്ലാമായ ഒന്നാണ്. നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ എല്ലാ ശക്തിയും തരുന്നത് ഇതാണ്. ഈ ക്രിസ്മസിന് കൊടുക്കാൻ എന്തുകൊണ്ടും യോഗ്യമായതാണ്. മോൻ ധൈര്യമായിട്ട് പോയി ഇത് കൊടുക്കും. ഇപ്പോഴാണോ വരുന്നത്? ഞങ്ങളിവിടെ സെലിബ്രേഷൻ ഓൾറെഡി തുടങ്ങി. എടാ, നീ ഒന്നും കൊണ്ടുവന്നില്ലേ? ശരി, എന്റെ ഡാഡി ദുബായിൽ കൊണ്ടുവന്ന ഡ്രസ് കണ്ടോ? നല്ല കോസ്റ്റ്ലിയാണ്. ട്രീ എങ്ങനെയുണ്ട്? ഇത് ഞാൻ കൊണ്ടുവന്ന. ഹായ് സ്റ്റുഡൻസ്. വാവ്, ഡെക്കറേഷൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാവരും പുതിയ ഡ്രസ്സിലൊക്കെയാണല്ലോ. ഈ ജെറി മാത്രം ഒരു സാധനം പോലും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ ഓക്കെ, അത് സാരമില്ല. എന്നാൽ ഇനി നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്താലോ? ആ, ചെയ്യാം മിസ്. എന്നാൽ ഞാൻ തന്നെ ആദ്യം കൊടുക്കാം. എന്റെ ഫ്രണ്ട് സാമുവൽ. എന്റെ ഫ്രണ്ട് ജോൺ. എന്റെ ഫ്രണ്ട് ജെറി. എന്റെ ഫ്രണ്ട് അനിത മിസ്. എന്റെ ഫ്രണ്ട് അന്ന. അപ്പൊ അന്നയുടെ ഫ്രണ്ട് ഞാനായിരിക്കും. എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയല്ലോ അല്ലേ? മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അത് ചെയ്യാമോ? ചെയ്യാം മിസ്. എന്താണെങ്കിലും പറയൂ. നിങ്ങൾ എല്ലാവരും അടുത്ത വർഷം പല സ്ഥലങ്ങളിലേക്ക് പഠിക്കാനായി പോകും. പിന്നെ എപ്പോഴെങ്കിലും ഒന്നിച്ച് കാണാൻ പറ്റുമോ എന്നൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം, ഒരു 25 വർഷത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഇതേ ക്ലാസ് റൂമിൽ ഒന്നിച്ചു വരാൻ സാധിക്കുമോ? അത്രേ ഉള്ളൂ മിസ്സേ. അത് നമുക്ക് ഉറപ്പായിട്ട് തെറ്റി. ഒരു കുഴപ്പമില്ല. അതെ മിസ്, ഞങ്ങൾ എല്ലാവരും ഇന്നേക്ക് 25 വർഷം കഴിഞ്ഞ് ഇവിടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ക്രിസ്മസ് ദിവസം തന്നെ ഒത്തുകൂടാം. അന്ന് നിങ്ങൾ വരുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന ആളായിരിക്കും അന്നത്തെ സകല ചെലവ് വഹിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ആദ്യം എത്തിക്കോളാം. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനി നമുക്ക് പിരിയാം. ഇനി കാണുമ്പോ എല്ലാവരും പഠിച്ച് നല്ല നിലയിലെത്തണം കേട്ടോ. നിങ്ങളൊക്കെ നന്നായി ജീവിക്കുന്നത് കാണാൻ എനിക്ക് ഇടയാകട്ടെ. അൻവറിന് പറഞ്ഞതുപോലെ 25 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുകയാണ് ഈ ക്രിസ്മസിന്. ജോണും സാമുവലും ജോർജും അന്നയും ജെറിയും അവരുടെ പഴയ ക്ലാസ് റൂമിൽ വീണ്ടും ഒന്നിക്കുന്ന ദിവസം. എല്ലാവർക്കും എന്തൊക്കെ മാറ്റങ്ങൾ വന്നോ നമുക്ക് നോക്കാം. ആമേ, ഞാനാണ് ആദ്യം എത്തിയത് കേട്ടോ. നിന്നെ കാത്തു നിന്നുകൊണ്ട് ആണ് കുറച്ച് ലേറ്റ് ആയത്. ഓ, ശരി ശരി, സമ്മതിച്ചു. നീ തന്നെയാണ് ആദ്യം എത്തിയത്. എടാ, നീ ഒരു സ്വർണ്ണ കച്ചവടക്കാരനായിട്ടും ഇന്നത്തെ ചെലവ് പേടിച്ചല്ല നീ ആദ്യം എത്തിയത്. ഓഹോ, ഈ സിറ്റിയിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ഉടമയാണ് ഈ പറയുന്നത്. നീയാണ് ശരിക്കും ഇന്ന് ഫുഡ് സ്പോൺസർ ചെയ്യേണ്ടത്. അതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അല്ല, എവിടെ ബാക്കിയുള്ളൂ? ആരെയും കാണുന്നില്ലല്ലോ. ആകെ നമ്മൾ തമ്മിലേ കോണ്ടാക്ട് ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണോ ആവോ. എടാ ജോണി, സാമുവല്, എത്ര നാളെ കണ്ടിട്ട്? എന്നാ എടി, നീ ആളാകെ മാറിപ്പോയല്ലോ. എവിടെയായിപ്പോ? ഞാൻ യുഎസിലാണിപ്പോ.
അവിടെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഓ, അപ്പോ നീ ഇതിന് പഠിച്ച് നല്ല നിലയിലായല്ലോ. ഞങ്ങൾ രണ്ട് അപ്പന്മാരുടെ ബിസിനസിന്റെ പുറകെ പോയി. എന്നാലും നല്ല നിലയിലാണല്ലോ കേട്ടോ. ജോലി തന്നെയാണ് വരുന്നത്. ഹലോ, എന്നെ മനസ്സിലായല്ലോ. നിന്റെ തലയിലെ കഷണ്ടി അന്നേ തുടങ്ങിയിരുന്നു, അതുകൊണ്ട് എളുപ്പം മനസ്സിലായി. എല്ലാവരും എത്തിയോ? ആരെങ്കിലും വന്നില്ലല്ലോ. നമ്മുടെ ജെറിയെ എത്തിയിട്ടില്ല. ശരിയാ, അവരുമായി ആർക്കെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? എനിക്ക് ആരുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. ഹലോ സാം, അന്ന, ജോൺ എല്ലാവരും ഉണ്ടല്ലോ. എന്നെ മനസ്സിലായില്ലേ? മോളേതാ മനസ്സിലായില്ലല്ലോ. ഞാൻ നിങ്ങളുടെ അരതമേശിന്റെ മകളാണ്. ആണോ? മിസ് എവിടെ? അമ്മ 2 മാസത്തിന് മുന്നേ നമ്മളെ വിട്ടുപോയി. മോളത്തെ പറയും മനസ്സിലാകുന്നില്ലല്ലോ. അതെ ജോർജ്, അമ്മ മരിച്ചുപോയി. ഓ, ഇത് വിശ്വസിക്കാനാവുന്നില്ല. അമ്മ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുകയായിരുന്നു. ഇത്രയും നാൾ അനേകം ആളുകളെ ക്രിസ്തുവിലേക്ക് ആക്കുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. 2 മാസം മുമ്പ് ക്യാൻസർ രോഗം അമ്മയെ ലോകത്തിൽ നിന്ന് കൊണ്ടുപോയി. ഇത് ഒരു അക്രൈസ്തവ ആകുന്നല്ലോ, പിന്നെ എങ്ങനെ? അതെ ജോൺ, ആർക്കെങ്കിലും ക്രിസ്തുവിന്റെ അനുയായികളാകണമെങ്കിൽ അധികം സമയമൊന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഒന്നിച്ചു കൂടെ അവസാനം ക്രിസ്മസ് ഓർക്കുന്നുണ്ടോ? അന്ന് എല്ലാവരും പരസ്പരം ഗിഫ്റ്റ് കൈമാറുകയും ചെയ്യുന്നു. അന്ന് അമ്മയ്ക്ക് കിട്ടിയ ക്രിസ്മസ് സമ്മാനമാണ് കർത്താവായ യേശു. അന്നാണ് അമ്മയുടെ മനസ്സിൽ ക്രിസ്തു ജനിച്ചത്. അത് കൊടുത്ത ജെറി അന്ന് മുതൽ ഇന്ന് വരെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതെ, ഞാൻ ഓർക്കുന്നു. അന്ന് മിസ്സിന് ഗിഫ്റ്റ് കൊടുത്തത് ജെറിയായിരുന്നു. അവർക്ക് തീരെ സാമ്പത്തികം ഇല്ലാത്ത ഒരു പയ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കൊടുത്ത ഗിഫ്റ്റ് തീരെ വിലയില്ലാത്തതായിരിക്കും എന്നാണ് ഞങ്ങൾ ഓർത്തത്. അതെ, ഞങ്ങളെല്ലാവരും നല്ല വിലയുള്ള ഗിഫ്റ്റാണ് കൊടുത്തത്. അതിലുണ്ടായിരുന്നത് ജീവന്റെ വേദത്വമായിരുന്നു. അത് അമ്മയുടെ ജീവിതത്തിൽ രക്ഷയുടെ വഴികാട്ടിയായിരുന്നു. അല്ല, ജെറി എവിടെ? നമുക്കറിയാമോ ജെറി എവിടെയാണെന്ന്? അറിയാലോ, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ എത്തും. ജെറിയുടെ വീട്ടിൽ അന്ന് ഒരു നേരത്തിനുള്ള ആഹാരം പോലും ഇല്ലായിരുന്നു. അമ്മയാണ് പിന്നീട് ജെറിയെ പഠിപ്പിച്ചത്. ഇന്ന് ഈ സിറ്റിയുടെ കളക്ടറാണ് ജെറി. ഇതൊന്നും വിശ്വസിക്കാനാകുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, ജെറി, അത് മിസ് പറഞ്ഞതിൽ ഏറ്റവും അവസാനം വരുന്ന ആളാണ് ഇവിടുത്തെ ചെലവൊന്നും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സെലിബ്രേഷൻ എന്റെ വന്നു. എല്ലാവരോടും ഒരു കാര്യം പറയാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പറയും മോളെ, എന്താണെങ്കിലും. അമ്മയുടെ മിഷണറി പ്രവർത്തനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഇത്രയും നാൾ ജെറി ഒറ്റയ്ക്കാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അതെ, ഇതുപോലെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അനേകം ആളുകൾക്ക് ക്രിസ്മസ് എന്താണെന്ന് പോലും അറിയാതെ ജീവിക്കുന്നുണ്ട്. നാം എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ജനനം ഈ ലോകം മുഴുവൻ അറിയിക്കാൻ പറ്റും. പണ്ട് യേശുവിന്റെ ജനനം ദർശിക്കാൻ പോയ വിദ്വാൻമാരെ പോലും നമുക്കും പോകാം ആ നക്ഷത്രത്തെ നോക്കുന്നു ക്രിസ്തുവിന്റെ അരികിലേക്ക് അവന്റെ സാക്ഷികളാണ്. ജെറി, ആനി, ഞങ്ങളെ ഉള്ളിൽ നിങ്ങളുടെ ഞങ്ങൾ കൂടുതലെല്ലാം ക്രിസ്തുവിന് വേണ്ടി തിരുവാക്കാൻ ഞങ്ങളും തയ്യാറാണ്. അതെ, നമ്മുടെ മിസ്സിന്റെ ജീവിതം നമുക്കെന്നും ഒരു മാതൃകയാണ്. ക്രൈസ്തവരായി ഇങ്ങനെ വെറുതെ ജീവിച്ചു കളയാതെ ക്രിസ്തുവിനെ കുറിച്ച് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഇനി ഞങ്ങളുമുണ്ട്. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിഷ്ഠയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിക്കുക ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നോത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്തെന്നാൽ ഇരുളിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുമ്പുള്ള ദൈവതേജത്തിന്റെ പരിജ്ഞാനത്തിന്റെ വെളിച്ചം തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു.
gift can save a life and touch the life of many people, transforming them to Christians. Thank you for the wonderful skit. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി